വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? ഉത്തരം 1908 ജനുവരി 21. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോഴിക്കോട്. ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം വയലാലിൽ വീട്. ബഷീറിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം തലയോലപ്പറമ്പ്, വൈക്കം. വൈക്കം മുഹമ്മദ് ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ. ബഷീർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം സുവാർത്ത നൽകുന്നവൻ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാതാപിതാക്കളുടെ പേര് എന്താണ്? പിതാവ് കായി അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. ബഷീറിൻ്റെ ഭാര്യയുടെ പേര് എന്താണ്? ഉത്തരം ഫാത്തിമ ബഷീർ, ഫാബി ബഷീർ എന്നുകൂടി അറിയപ്പെടുന്നു. ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം ബഷീറിൻ്റെ എടിയെ. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേര്? ഉത്തരം കടുവക്കുഴി ഗ്രാമം. ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേര്? ഉത്തരം സർക്കിൾ ബുക്ക് സ്റ്റാൾ. ബഷീറിൻ്റെ ഏത് കൃതിയാണ് സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയത്? ഉത്തരം ശബ്ദങ്ങൾ. ബഷീറിൻ്റെ ആദ്യത്തെ നോവൽ ഏതാണ്? ഉത്തരം പ്രേമലേഖനം. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര് എന്താണ്? ഉത്തരം ഉജ്ജീവനം. ഉജ്ജീവനം എന്ന വാരികയിൽ ഏത് തൂലികാനാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? ഉത്തരം പ്രഭ. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? ഉത്തരം സർപ്പയജ്ഞം. ബഷീർ എഴുതിയ നാടകത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം കഥാബീജം. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താണ്? ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ. രചയിതാവ് E.M. അഷ്റഫ്. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെട്ടത് ഏത് കൃതിയാണ്? ഉത്തരം ബാല്യകാലസഖി. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ്? ഉത്തരം നേരും നുണയും. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഏതാണ്? ഉത്തരം ഒഴിഞ്ഞ വീട്. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടി ഉള്ളത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? ഉത്തരം 1959. ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? ഉത്തരം ജയകേസരി. നീലവെളിച്ചം എന്ന കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? ഉത്തരം ഭാർഗവീ നിലയം. ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏത്? ഉപ്പു സത്യാഗ്രഹം 1930.
ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? ഉത്തരം സോജ രാജകുമാരി എന്ന ഗാനം. ബഷീർ കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് ഏതാണ്? ഉത്തരം കൊച്ചു മുഹമ്മദ്. ബഷീറിന്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ? ഉത്തരം മുച്ചീട്ടുകളിക്കാരന്റെ മകൾ. ബഷീർ നടത്തിയ ഏത് പ്രഭാഷണമാണ് ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്? ഉത്തരം ചെവിയോർക്കുക അന്തിമകാഹളം. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? ഉത്തരം പ്രേംപാറ്റ. ബഷീർ മാല എന്ന പാട്ടുകാവ്യത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം M.N. കാരശ്ശേരി. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ഉത്തരം പത്മശ്രീ. ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1982. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ട നടൻ ആരാണ്? ഉത്തരം മമ്മൂട്ടി. ബാല്യകാല സഖി എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ച നടൻ ആരാണ്? ഉത്തരം മമ്മൂട്ടി. ബാല്യകാല സഖി എന്ന നോവൽ സിനിമയാക്കിയ സംവിധായകർ ആരൊക്കെ? ഉത്തരം P. ഭാസ്കരൻ, പ്രമോദ് പയ്യന്നൂർ. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം ഏതാണ്? ഉത്തരം യാ ഇലാഹി. ബഷീറിനെ കുറിച്ച് കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയ കൃതി ഏതാണ്? ഉത്തരം ഇമ്മിണി ബല്യ ബഷീർ. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം ബാല്യകാല സഖി. വെളിച്ചത്തിനകത്ത് വെളിച്ചം എന്ന പദം ഏത് കൃതിയിൽ നിന്നാണ്? ഉത്തരം ൻ്റെ ഉപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നു. ബഷീറിന്റെ പ്രകൃതി സ്നേഹം പ്രകടമാകുന്ന കഥ ഏതാണ്? ഉത്തരം തേന്മാവ്. ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ ഏതാണ്? ഉത്തരം പ്രേമലേഖനം. ബഷീറിന്റെ രചനകളെ നിശിതമായി വിമർശിച്ച് M.B. രഘുനാഥൻ രചിച്ച കൃതി ഏതാണ്? ഉത്തരം ഉപ്പുപ്പാന്റെ കൊയ്യാനകൾ. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏത്? ഉത്തരം മതിലുകൾ. ബഷീറിന്റെ മക്കൾ ആരെല്ലാമാണ്? ഉത്തരം ഷാഹിന, അനീസ്. കാടായി തീർന്ന ഒറ്റമരത്തിന്റെ ആത്മകഥയാണ് ബഷീറിന്റെ സാഹിത്യം എന്ന് വിലയിരുത്തിയ നിരൂപകൻ ആരാണ്? ഉത്തരം M.N. വിജയൻ. ബഷീറിനെ കുറിച്ച് എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചതാരാണ്? ഉത്തരം O.N.V. കുറുപ്പ്. ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം റൊണാൾഡ് E. ആഷർ. ഒരു മരം ബഷീറിന്റെ സാഹിത്യത്തിലും ജീവിതത്തിലും സ്വാധീനം ചെലുത്തിയിരുന്നു. ഏതാണ് ആ മരം? ഉത്തരം മാംഗോസ്റ്റിൻ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭീകരത അവതരിപ്പിച്ച ബഷീർ കൃതി ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ.
ബഷീർ അന്തരിച്ചത് എന്നാണ്? ഉത്തരം 1994 ജൂലൈ 5-ന്.